Hello, all my beautiful souls. Welcome back to my channel. Hope you guys are doing awesome today. Very special message for the full moon day. ഈ വരുന്ന ഫുൾ മൂണിന് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ്, എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് എന്നാണ് നമ്മൾ ഇന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. ഓൾറൈറ്റ്, സോ ഈ സമയം നിങ്ങളുടെ മനസ്സിലുള്ള ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. അതിനെ പറ്റിയിട്ട് നിങ്ങൾ അവെയർ ആയിരിക്കാം, ഇങ്ങനത്തെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളത്, അല്ലെ? പക്ഷെ നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, ഈ ഫുൾ മൂൺ ടൈം, ഈ ഫുൾ മൂൺ സീസൺ നിങ്ങൾക്ക് തരുന്നത് എന്നുള്ളത് നോക്കാം. Oh my God, can you read this? The unexpected. Again, number 7, spiritual connection, spiritual union, divine union എന്നൊക്കെ പറയുന്നത് പോലത്തെ ചില റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോൾ കണക്ട് ചെയ്യുന്നുണ്ട്. സോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മെസ്സേജ് ആണ് നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ മാജിക്കൽ മൊമെന്റ് ആണ്. ഓൾറൈറ്റ്, സോ നിങ്ങളായിട്ടൊന്നും പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ഓർ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത്, ഇറ്റ് ഈസ് ബിയോണ്ട് ദാറ്റ്. നമ്മളുടെ ചില ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, പക്ഷെ അതിനേക്കാളും ബെസ്റ്റ് ആയിട്ടായിരിക്കാം യൂണിവേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അത്ര ബ്യൂട്ടിഫുൾ ആണ് യൂണിവേഴ്സ്. ചില കാര്യങ്ങൾ അതായിട്ട് നമ്മുടെ ലൈഫിൽ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും മേലെയായിരിക്കും ആ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഇത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. ചില കാഴ്ചകൾ നിങ്ങൾക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്പെഷ്യലി നിങ്ങൾ ഒരുമിച്ച് കാണേണ്ടതായിട്ടുള്ള ചില കാഴ്ചകളുണ്ട്, ഒരുമിച്ച് അനുഭവിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അവിടെ വേറൊരാൾ കൂടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അത് എഗെയിൻ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്ത ആളോ നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമോ ആയിരിക്കാം. ഓൾറൈറ്റ്, ചില കാര്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് എന്തൊക്കെയൊരു കാര്യങ്ങൾ നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഐ കാൻ എക്സ്പ്ലെയിൻ ഇറ്റ്. ഓക്കെ, സോ ഇറ്റ്സ് ബിയോണ്ട് വാട്ട് ഐ ക്യാൻ സേ. ഓൾറൈറ്റ്, സോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ പറയാം എന്താണ് നിങ്ങൾ കണ്ട കാഴ്ച, നിങ്ങളുടെ ലൈഫിൽ ഇത്ര മിറാക്കുലസ് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള കാഴ്ച എന്താന്നുള്ളത്. ഓക്കെ, നമ്പർ 7, നിങ്ങൾക്ക് ഉണ്ടാവുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള കാഴ്ചകളാണ്, എക്സ്പീരിയൻസ് ആണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, നിങ്ങളുടെ സോൾ പേർപ്പസിലായിരിക്കാം, സോൾ കണക്ട്, സോൾ കോൺട്രാക്റ്റിലായിരിക്കാം. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾ ഇതുപോലെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ചില കാഴ്ചകൾ അത്ര ഭംഗിയുള്ളതാണ്. ഓക്കെ, അതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ ലൈഫിലുള്ള വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അട്രാക്ഷൻ ആണ്. ഓക്കെ, സോ എവിടെയാണ്, ആരിലാണ് നിങ്ങൾ അട്രാക്റ്റഡ് ആവുന്നത്? സോ നിങ്ങളുടെ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളുണ്ട്. ഓൾറൈറ്റ്, സോ അവരെ നിങ്ങൾ നാച്ചുറലി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുകയാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ എന്തൊരു സോളിറ്റ്യൂഡ് മോഡിലൂടെയാണ് പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വേറെ ഏതോ ഒരു സ്പേസിലൊക്കെ കൊണ്ടുവച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വേറെ ഏതോ ഗ്രഹത്തിലൊക്കെ നിങ്ങൾ കൊണ്ടു നിർത്തിയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, അങ്ങനത്തെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അല്ലെങ്കിൽ എവിടെയോ നിങ്ങളെ കൊണ്ടുവച്ച് എന്തോ ഒരു കാര്യം വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വരാനുണ്ട്. ഓൾറൈറ്റ്, എന്തോ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ ഏതൊരു പ്ലേസിൽ കൊണ്ടുവച്ചിട്ടുള്ളത്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. നിങ്ങൾക്ക് എന്തോ ഒരു സർപ്രൈസ് ഉണ്ട്, എസ്പെഷ്യലി എന്തോ ഒരു കാര്യം നിങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് മേ ബി ലൈക്ക് എന്തെങ്കിലുമൊക്കെ സൈക്കിക് ആയിട്ടുള്ള കാഴ്ചകളായിരിക്കാം, ചില സ്വപ്നങ്ങളായിരിക്കാം, റിയൽ ആയിട്ട് തോന്നുന്ന ചില സ്വപ്നങ്ങളായിരിക്കാം. ചില ആളുകൾ നിങ്ങളത് നിങ്ങളുടെ ഫിസിക്കാലിറ്റിയിൽ കാണാൻ പോകുന്ന ഒരു കാര്യമാണ്. അത്ര ഒരു എന്താ പറയാ, ലൈക്ക് സെക്കൻഡ്സിൽ കാണുന്ന ചില കാര്യങ്ങളും ആയിരിക്കാം. ഇത് നമ്മൾ പറയല്ലോ, നമ്മൾ ഈ വാൽ നക്ഷത്രം കാണുമെന്ന് പറയല്ലോ, പെട്ടെന്നായിരിക്കും അത് വന്നു പോകുന്നുണ്ടായിരിക്കാം. അത് കാണേണ്ട ആളുകൾ മാത്രമേ കാണുള്ളൂ. അക്സെപ്റ്റൻസ്. സോ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരും, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ചിലത് നിങ്ങൾ ഇത് നിങ്ങൾ ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത ഒരു കാര്യമാണ്. ഈ ഒരു കണക്ഷൻ, ഈ ഒരു
ഇന്റിമസി എന്ന് പറയുന്നത്. ഓക്കെ, സോ ചില ആളുകൾക്ക് അത് നിങ്ങളുടെ ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഇന്റിമസിയാണ്, കണ്ടുമുട്ടലുകളാണ്, എക്സ്പീരിയൻസ് ആണ്, ആദ്യത്തെ ഒരു ടച്ച്, ആദ്യമായിട്ട് നിങ്ങൾ സ്പർശിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അത് എവിടെയോ ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങൾ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ഇത്ര കാലമായിട്ട് ടച്ച് ചെയ്യാത്തൊരു ഏരിയ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അഗെയിൻ അത് നിങ്ങൾക്ക് ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു ട്രാൻസിഷൻ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുത്തുന്ന ഒരു കാര്യമാണ്. കൈൻഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ. ഓൾറൈറ്റ്, അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് ചില ആളുകൾക്ക് നിങ്ങൾ മേ ബി ലൈക്ക് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യത്തിൽ ഒട്ടും ഹാപ്പി ആയിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങൾ എന്തൊക്കെ ഒരു കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം, അല്ലെ? സോ ദാറ്റ് ഇസ് ലൈക്ക് നമ്പർ 4. അഗൈൻ നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്രദ്ധ കുറവാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അവിടെ കുറവാവുന്നുണ്ട്. ഓക്കെ, കാരണം നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു മേജർ കാര്യം നിങ്ങളുടെ ലൈഫിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് നിങ്ങൾ അറിയുന്നേ ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ തോന്നാത്തത്. Let's see what unexpected blessings are coming for you. The power. പരമാധികാരം. നിങ്ങളുടെ ലൈഫില് നിങ്ങളാണെന്ന് തോന്നിപ്പിക്കുന്ന ചില പവർ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചില പ്രത്യേകതകൾ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് എന്തൊരു പരമാധികാരം കിട്ടിയ പോലെ, എന്തൊക്കെയോ ഒരു അധികാരം, എന്തൊക്കെയോ ഒരു ഫ്രീഡം കിട്ടിയ പോലത്തെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ സൈക്കിക് ആയിട്ടുള്ള ടാലൻസ് ആയിരിക്കാം. ഓൾറൈറ്റ്, അതാണ് നിങ്ങൾക്ക് മാത്രം കാണേണ്ട ചില കാര്യങ്ങളുണ്ട്, നിങ്ങൾ മാത്രം കാണാനുണ്ട്, നിങ്ങൾ മാത്രം എക്സ്പീരിയൻസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ചില ആളുകൾക്ക് നിങ്ങൾ കണക്ട് ചെയ്യാൻ പോകുന്ന സൈക്കിക് പവർ ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില ടാലൻസ്. ഓൾറൈറ്റ്, സോ നിങ്ങളുടെ സൈലൻസ് ആണ് അഗെയിൻ നിങ്ങളുടെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാൻ ലൈക്ക് നിങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ആക്ഷൻ അവിടെ വർക്ക് ആവുന്നുണ്ട്. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ സ്പീച്ച്ലെസ് ആവുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് വണ്ടർ ആവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം അവിടെ ഉണ്ടാവുന്നില്ല. യു ഡോണ്ട് നീഡ് ടു കൺവിൻസ്, യു ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ, യു ഡോണ്ട് നീഡ് ടു ഷെയർ എനിത്തിങ് ത്രൂ യുവർ വേർഡ്സ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. നിങ്ങൾ ഓവർ എക്സ്പ്ലെയിൻ ചെയ്തു, ഓവറായിട്ട് കൺവിൻസ് ഒക്കെ ചെയ്യാൻ ടെൻഡൻസി ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോ, അതൊന്നല്ല നിങ്ങളുടെ ലൈഫിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കാൻ പോകുന്ന ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. സെൽഫ് റിഫ്ലക്ഷൻ. ഓൾറൈറ്റ്, സോ അഗൈൻ ഇത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കൺഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആരാ എന്ന് കാണിച്ചു തരുന്ന ചില വിഷൻസ് ഉണ്ടാവുന്നുണ്ട്. സോ അതാണ് നിങ്ങളുടെ ലൈഫിലെ മേജർ ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. നിങ്ങളെ റിഫ്ലക്ട് ചെയ്യുക, നിങ്ങളുടെ സോൾ നിങ്ങളിലേക്ക് കൂടുതൽ റിഫ്ലക്ട് ചെയ്യാണ്. സോ അവിടെ ലൈക്ക് ഇറ്റ്സ് ലൈക്ക് ഓ മൈ ഗോഡ്, വാട്ട് ഐ കൻ സീ ഈസ് നിങ്ങൾ എന്താണെന്ന് ലൈക്ക് ഒരു സഡൻ വിഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് സ്വപ്നത്തിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു രീതിയിൽ നിങ്ങൾ എന്താന്നുള്ളത് നിങ്ങൾ കാണും. ഇറ്റ്സ് ലൈക്ക് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന സമയത്ത് സഡൻ ആയിട്ട് നമ്മളുടെ ചില സെൻസ് കണക്ട് ചെയ്യാന്ന് പറയും, സിക്സ്ത് സെൻസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു തേർഡ് ഐ ഓപ്പൺ ആവുന്ന പോലത്തെ കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ്. ഓക്കെ, ഇത് ചില ആളുകൾക്ക് വളരെ ഇന്റൻസ് ആയിട്ട് തോന്നാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങളല്ലാതെ നിൽക്കുന്ന പ്ലേസിൽ ഒരു അടി നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ എന്താന്ന് കാണിച്ചു തരാൻ. ഒരു സ്പാർക്ക് ആയിരിക്കാം, ഒരു സെക്കൻഡ്സിൽ ചില വിഷൻ ആയിരിക്കാം. ഓക്കെ, കാരണം ചില ആളുകൾ നിങ്ങൾ എന്താവാൻ പാടില്ല, നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കാൻ നിൽക്കുന്നുണ്ടായിരിക്കാം. സോ അവിടെ നിങ്ങൾക്കൊരു അടി കിട്ടിയാലേ നിങ്ങൾക്ക് ബോധം വരുള്ളൂ. സോ ചില ആളുകൾക്ക് അങ്ങനത്തെ ചില ലൈഫ് മൊമെന്റ്സ് ഉണ്ടാവുന്നുണ്ട്. സോ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ പോയി നോക്കൊന്നും വേണ്ട, അത് നിങ്ങൾക്ക് മനസ്സിലാവും. വെൽ ഓക്കെ, സോ
സോ എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൈഫ് സിറ്റുവേഷനിലേക്ക് നിങ്ങൾ വരികയാണ്, എന്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഈ സമയം നിങ്ങൾ ചില പ്ലേസിൽ നിന്ന് ഹൈഡ് ആവുന്നത് നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊരു കാര്യം ഇറ്റ്സ് ലൈക്ക് നമ്മളെ ഒരു കാര്യം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നത് പോലെയാണ്. ഓക്കെ, സോ നിങ്ങൾ അങ്ങനെയാണ്, നിങ്ങൾ അറേഞ്ച് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക ഈ ഒരു ടൈം വരെ. ഓക്കെ, കാരണം ഫുൾ മൂൺ സീസണിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ പെർഫോം ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്താണോ മേക്കപ്പ് ചെയ്തത്, നിങ്ങൾ എന്താണോ പഠിച്ചിട്ടുള്ളത്, അത് നിങ്ങൾ പെർഫോം ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ടാലന്റ് ആയിരിക്കാം, ചില ആളുകൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും ബേർത്ത് ടാലന്റ് ആയിരിക്കാം, ചില ആളുകൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യമായിരിക്കാം. ഓക്കെ, കൈൻഡ് ഓഫ് സൈക്കിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം. സോ ചില ആളുകൾ നിങ്ങൾ സൈക്കിക്കലി ഒരു മീഡിയേറ്റർ ആവുന്നുണ്ട്, ഒരു മീഡിയം ആവുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ ഇറ്റ്സ് ടൈം ഫോർ യു ടു പെർഫോം, ടു ഷോ യുവർ ടാലന്റ് ടു ദ പീപ്പിൾ. ഇതാണ് എന്റെ പവർ, ഇതാണ് ഞാൻ, ഇതാണ് എന്റെ കഴിവുകൾ എന്ന് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ പോവാണ്. ചില ആളുകൾക്ക് ഇത് സെക്കൻഡ്സിൽ നിങ്ങൾക്ക് തോന്നുന്ന ചില തോന്നലുകളായിരിക്കാം, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ പെട്ടെന്നൊരു എവിടേക്കോ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യാൻ ഇൻസ്പയർഡ് ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ലൈഫിൽ ഈ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടേ വരുള്ളൂ. ഓക്കെ, ആ ഒരു ടൈമിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് ഒരുപാട് നിങ്ങളെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കേണ്ട കാര്യമില്ല. ഈവൻ റിലേഷൻഷിപ്പിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്താണ് ചില കണ്ടുമുട്ടലുകൾ അവിടെ ഉണ്ടാവുന്നത്, ചില കണക്ഷൻസ് അവിടെ ബിൽഡ് ആവുന്നത്, ഗ്രോ ചെയ്യുന്നത്. ഓക്കെ, ഹങ്കർ ഇറ്റ്സ് ടൈം ലൈക്ക് നിങ്ങളുടെ സോൾ ആക്ച്വലി ക്രേവ് ചെയ്യാണ്, സോൾ ആക്ച്വലി ഹങ്കർ ആണ്. എന്തോ ഒരു കാര്യം കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഫുഡിന് വിശക്കുക എന്നുള്ളതല്ല, അതിന്റെ ഒരു ഡീപ്പ് ആയിട്ടുള്ള എന്തോ ഒരു ആഗ്രഹത്തിന്റെ ഒരു ടൈം ആയിട്ടുണ്ട്. ഓൾറൈറ്റ്, അത് നിങ്ങളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല. അത് നാച്ചുറലി ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തോന്നൽ ഉണ്ടാവും. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, ഒട്ടും പ്ലാൻ അല്ലാണ്ടാണ് നമ്മുടെ ലൈഫിൽ വരിക. ഓക്കെ, സോ ഒരു ടൈമിൽ നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് പോവാ എന്നുള്ളതേ ഉള്ളൂ. ലെറ്റ്സ് ടേക്ക് വൺ മോർ മെസ്സേജ്. എന്തൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്, ഓർ ഏത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആഗ്രഹമാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഫുൾ മൂൺ സീസണിൽ സംഭവിക്കുന്നത്. വിസ്ഡം ആൻഡ് അഗൈൻ നോളേജ്. ഓക്കെ, നിങ്ങൾ ഒട്ടും പഠിക്കാത്ത ചില അറിവുകൾ അല്ലെങ്കിൽ ജ്ഞാനം ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പീസ്, സമാധാനം നിങ്ങൾക്ക് അഗൈൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടാൻ പോകുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് വളരെ വെയിറ്റ്ലെസ് ആയിട്ട് തോന്നും. അല്ലെങ്കിൽ ഇത്ര കാലമായിട്ട് നിങ്ങൾ ഇമോഷണലി നിങ്ങൾക്ക് ഒരുപാട് ബാഗേജ്, നിങ്ങളുടെ ഒരു എന്താ പറയാ, നമ്മള് നെഞ്ചത്തൊരു കല്ലൊക്കെ എടുത്ത് വെച്ചൊരു ഫീലിങ്സിലൊക്കെ കൂടെയൊക്കെയാണ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ലൈറ്റ് ആയി പോകും. ഓക്കെ, അതൊക്കെ വെയിറ്റ്ലെസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വളരെ ഒരു പ്യോർ ആയിട്ടുള്ളൊരു വെള്ളം പോലെ, ഒരു അരുവി പോലെ നിങ്ങൾ അത്ര ഫ്രഷ് ആവുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, കാരണം ഇങ്ങനത്തെ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു മേജർ സിറ്റുവേഷനിൽ നിങ്ങൾ പെർഫോം ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഒരുക്കിക്കൊണ്ടുവരാണ്. സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ഇങ്ങനെ ആവുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പല കർമാസും അവിടെ അറിഞ്ഞോ അറിയാതെ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ എഗെയിൻ നമ്മൾ ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് നമ്മളുടെ പല കർമ്മകളും നമുക്ക് ക്ലെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നമ്മളായിട്ട് ചെയ്യുന്നതല്ല, ചിലത് അതിന്റെ ഒരു ഇന്റൻസ് കുറഞ്ഞു പോവാണ്, അല്ലെങ്കിൽ നമ്മളുടെ അങ്ങനത്തെ ഒരു കാർമിക് ടൈ എൻഡ് ആവാണ്, ക്ലോസ് ആവാണ്, അവിടെയൊക്കെ റീഫ്രഷ് ആവാണ്, പുതിയ കാര്യത്തിലേക്ക്, പുതിയ കർമ്മയിലേക്കൊക്കെ വരാൻ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഓക്കെ, പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ ക്ലെൻസ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, വളരെ എന്താ പറയാ, വളരെ പ്യോർ ആയിട്ടുള്ളൊരു വെള്ളം, അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു വെള്ളം പോലെ, ഒരു അരുവി പോലെയാണ് നിങ്ങളുടെ മനസ്സ് ശരീരമൊക്കെ കണക്ട് ആവുന്നത്. ഓക്കെ, അവിടെ ഒരു കളങ്കം ഉണ്ടാവുന്നില്ല. സോ ഇത്ര കാലം നിങ്ങൾ എങ്ങനെ പോയി, എന്തൊക്കെ സിറ്റുവേഷനിലേക്ക് പോയി, ഡസന്റ് മാറ്റർ. കാരണം ഇങ്ങനെ ആവേണ്ടത് നിങ്ങളുടെ സോളിന്റെ ഒരു ആവശ്യമാണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ സോളും നിങ്ങളുടെ യൂണിവേഴ്സും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ടീം. ലൈക്ക് അവിടെ എന്തൊക്കെയോ ഒരു കൈൻഡ് ഓഫ് ഡിസ്കഷൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ, അവരുടെ എന്തൊക്കെയോ കോൺട്രാക്റ്റിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡെലിവർ ആവേണ്ടതായിട്ടുണ്ട്. അവിടെ ചില ആളുകൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ്, കണക്ഷൻ ആണ്, ആളുടെ എൻട്രി ആണ്. ഓക്കെ, സോ അവിടെ വളരെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആൻഡ് വളരെ ഫസ്റ്റ്
എക്സ്പീരിയൻസ് അവിടെ ഉണ്ടാവുന്നുണ്ട്, ഒരു ആദ്യ സ്പർശനം പോലത്തെ ഒരു സിറ്റുവേഷൻ. അത് നിങ്ങൾക്ക് എന്തിൽ വേണമെന്നുണ്ടെങ്കിലും റിലേറ്റ് ചെയ്യാം. നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സൈക്കിക് അല്ലെങ്കിൽ നിങ്ങളുടെ മാത്രം ഒരു കഴിവാണ്. അതാണ് നിങ്ങൾ സ്പർശിക്കാൻ പോകുന്നത്, ആദ്യമായിട്ട് സ്പർശിക്കാൻ പോകുന്നത്. അത് നിങ്ങൾ പഠിച്ചുണ്ടാക്കുന്ന ഒരു കാര്യമല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് ലൈക്ക് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻറ്റ്യൂഷൻ ആയിരിക്കാം, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കാം. ഇന്ന കാര്യം എനിക്ക് ചെയ്യണം എന്നുള്ള ഒരു തോന്നലാണ്, ഈ കാര്യം എനിക്ക് തീരുമാനിക്കണം, ഇത് ഞാൻ ചെയ്യാൻ പോവാണെന്നുള്ള ആ ഒരു തീരുമാനമാണ് നിങ്ങളുടെ ആ ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതാണ് അതിലേക്ക് ലീഡ് ചെയ്യുന്നത് നിങ്ങളെ. ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.